ഈ ജോലി എങ്ങനെ ജോലി ചെയ്യാൻ പറ്റുമോ, എത്ര മണിക്കൂറുണ്ട്, ഇത് ഞങ്ങളുടെ ഈ കോഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നില്ലേ? നിങ്ങൾക്ക് കുക്ക് ചെയ്യാൻ ഭയങ്കര വീട്ടിൽ കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമോ? അല്ലെങ്കിൽ ഞാൻ BA ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ പഠിച്ച കാര്യം പറയുക. BA കല്ലറി ആർട്സിന് BA ഇംഗ്ലീഷ് എന്നാ പറയുന്നത്. ഹലോ, എനിക്ക് തോന്നുന്നു ഞാൻ ഈ വീഡിയോ ഇടാൻ തുടങ്ങിയപ്പോ തൊട്ട് എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ അക്കൗണ്ടിൽ ഏറ്റവും കൂടുതൽ വരുന്ന കമന്റ് ആണ് കോഴ്സിനെ പറ്റി സംസാരിക്കുക, കോഴ്സ് എന്താ, എന്തോ പഠിക്കുന്നേ, എവിടാ കോളേജ് എന്നൊക്കെ ചോദിച്ചു ഒത്തിരി ക്വസ്റ്റ്യൻസ് വരുന്നല്ലേ. അപ്പൊ സത്യാവസ്ഥ എന്താ വെച്ചാൽ ഞങ്ങളുടെ ഈ കോഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല ഇനിമോ. ഞങ്ങളുടെ കോഴ്സ് ആക്ച്വലി അവര് ഡിസ്കണ്ടിന്യൂ ചെയ്തു. അപ്പൊ ഇതിനെപ്പറ്റി പുതിയ അവര് കോഴ്സ് തുടങ്ങി. ഞാൻ ആക്ച്വലി പഠിച്ചത് BA കൾണറി ആർട്സ്. പക്ഷെ ഇപ്പോഴത്തെ കോഴ്സ് BSc കൾണറി സയൻസ് ആൻഡ് 3 ഇയർ കോഴ്സ് അവർ 4 ഇയർ കോഴ്സ് ആക്കി ഒത്തിരി സാധനങ്ങൾ ചേഞ്ച് ചെയ്തു. സോ ഐ ഡോണ്ട് നോ എനിത്തിങ് അബൌട്ട് ദ കോഴ്സ്. അതാണ് അതിന്റെ സത്യാവസ്ഥ. പക്ഷെ what I'll tell you is കോളേജ് ഏതാ, ഞാൻ എവിടാ പഠിച്ചേ, ഞാൻ പഠിച്ച കോഴ്സ് പഠിച്ച എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ, അത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ചാൽ മതിയോ, ഇങ്ങനത്തെ കുറെ ഡൗട്ട് ഉണ്ടെന്ന് എനിക്കറിയാം. ഞാൻ ടെൽ യു ഓൾ ദാറ്റ്. സോ ആദ്യം വരെ ഞാൻ പഠിച്ചത് മണിപ്പാൽ യൂണിവേഴ്സിറ്റിയുടെ വെൽക്കം ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ് ഹോട്ടൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന വക്ഷ ഇൻ കൊളാബറേഷൻ വിത്ത് ITC ഹോട്ടൽസ്. ഇവര് രണ്ടാളും കൂടെ ചേർന്നാണ് എന്റെ കോളേജ് നടത്തുന്നത്. അപ്പൊ ഞങ്ങളുടെ കോളേജ് ആക്ച്വലി 2 കോഴ്സ് ഉണ്ട്. ഒന്ന് ബാച്ചുലർ ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, രണ്ടാമത്തത് BSc കൾണറി ആർട്സ്. ഞാൻ പഠിച്ചിരുന്നത് BA കൾണറി ആർട്സ്. ആ കോഴ്സ് ഇപ്പൊ മാറ്റി ഇപ്പൊ അവർ ചെയ്യുന്നത് BSc കൾണറി ആർട്സ്. ഈ വക്ഷ പഠിക്കുന്നതിന് അല്ലെങ്കിൽ മണിപ്പാൽ യൂണിവേഴ്സിറ്റി പഠിക്കുന്നതിന് ഈ കോഴ്സ് പഠിക്കുന്നതിന് കുറച്ച് ബെനിഫിറ്റ്സ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പോയിന്റ് 1, നല്ല പ്ലേസ്മെന്റ് വരും. ഓൾമോസ്റ്റ് 80-90% ആൾക്കാർക്ക് കോളേജ് പ്ലേസ്മെന്റ് കൊടുക്കും. പ്ലസ് സാധാരണ ഹോട്ടൽ ലൈക് മാനേജ്മെന്റ് കോളേജസിൽ പോകുന്നതിനേക്കാൾ നല്ല ഫെസിലിറ്റി, നിങ്ങൾ വിചാരിക്കാത്ത സാധനങ്ങൾ, കാവിയർ തൊട്ട് അതുവരെ ഇഫ് യു റിക്വസ്റ്റ്, വർക്ക്ഷോപ്സ്, ഇങ്ങനെ ഒത്തിരി ബെനിഫിറ്റ്സ് ഉണ്ട് വക്ഷ പഠിക്കുന്നതിന്. ദാറ്റ് ഈസ് ദ മെയിൻ പോയിന്റ്. പിന്നെ പ്ലേസ്മെന്റ്, നിങ്ങൾ അവിടെ പഠിച്ചാൽ നിങ്ങൾക്ക് ജോലി കിട്ടും ഇഫ് യു ട്രൈ. ജോലി വേണ്ട ആൾക്കാർക്ക്, അവരുടെ ഹോട്ടലിൽ ജോലി ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അതിന് പഠിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നല്ലൊരു ഹോട്ടലിൽ നിങ്ങൾക്ക് ജോലി കിട്ടും. അങ്ങനത്തെ നല്ല ഓപ്പർച്യൂണിറ്റീസ് വക്ഷ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇഫ് യു വാണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഒത്തിരി പേര് എനിക്ക് മെസ്സേജ് അയച്ച് ചോദിക്കുന്നതും എന്താ അറിയേണ്ടത്, ഈ ജോലി എങ്ങനെ ജോലി ചെയ്യാൻ പറ്റുമോ, എത്ര മണിക്കൂറുണ്ട്, ഇതൊക്കെ ഇതിനെന്തെങ്കിലും ക്വസ്റ്റ്യന് ആകെ ഒരു ആൻസർ ഇല്ല. നിങ്ങൾക്ക് കുക്ക് ചെയ്യാൻ ഭയങ്കര വീട്ടിൽ കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമോ, അല്ലെങ്കിൽ നമ്മള് എന്താ ചെറിയ ഹോം ബിസിനസ് നടത്തി ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരായിരിക്കും മോസ്റ്റ്ലി ഇത് പഠിക്കാൻ പോകണമെന്ന് ആഗ്രഹമുള്ളത്. ഹോട്ടൽ ഇൻഡസ്ട്രി അങ്ങനെയല്ല. നിങ്ങൾക്ക് ഒരു പേഴ്സണൽ ലൈഫ് ഇറ്റ്സ് ഗോണ ബി വെരി ഹാർഡ് വർക്ക്. 10, 12, 13 മണിക്കൂർ മിനിമം വർക്ക്. ഈ ഒരു നല്ല സ്ഥാനത്തെത്താൻ വേണ്ടി ഒത്തിരി വർഷം നമ്മൾ ജോലി ചെയ്ത് സെറ്റാക്കി അത്രയും പാഷനേറ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇവിടെ സർവൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആൻഡ് ഇത് നമുക്ക് അറിയണം. അപ്പൊ പിള്ളേർക്ക് എപ്പോഴും ചേച്ചി അങ്ങനെ ഉണ്ട്. എനിക്ക് എന്റെ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടുപിടിച്ച ആൾക്കാരെ മെസ്സേജ് അയക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചേച്ചി എങ്ങനെ നല്ല സൂപ്പർ അല്ലേ, അബ്രോഡ് പോയാൽ രക്ഷപ്പെടത്തില്ലേ? അബ്രോഡ് പോയാലും ഇന്ത്യ എന്നാലും പണി ചെയ്യണം. വെദർ യു ലൈക്ക് ഇറ്റ് ഓർ നോട്ട്, പണി ചെയ്തേ പറ്റത്തുള്ളൂ. ഇറ്റ്സ് 13-14 hours ഓഫ് വർക്ക്. തുടക്കത്തിൽ കുറച്ചൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ സെറ്റിലായി കഴിയുമ്പോൾ കുഴപ്പമില്ല. പക്ഷെ സ്റ്റാർട്ടിങ് ഒരു 5-10 years ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടാലേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഈ TV-യിലൊക്കെ കാണുന്ന ആ ഒരു ഇത് കിട്ടത്തുള്ളൂ. അല്ലാതെ ഈ ഇറ്റ്സ് ലൈക്ക് ഭയങ്കര കഷ്ടപ്പാട്. ആൻഡ് അത്ര പാഷനേറ്റ് ഉള്ളു. ഇത് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ട്. ലൈക്ക് ഒരു മന്ത് ഏത് ഹോട്ടലിൽ വേണമെങ്കിലും പോയി 1 month ഇന്റേൺഷിപ്പ് എടുക്കാം. മാരിയറ്റ്, ITC, താജ്, ഇവരുടെ ഏതെങ്കിലും പ്രോപ്പർട്ടീസ് കേരളത്തിൽ തന്നെ കുറേ ഉണ്ട്. എവിടെയെങ്കിലും റിസോർട്ട് ആയാലും 1 മാസം പോയി നിങ്ങൾ അവിടെ വർക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടുമോ നോക്കാം. അവധിയൊക്കെ കിട്ടുമ്പോൾ അറിയാം, അവധി കിട്ടുമ്പോൾ നമുക്ക് എല്ലാവർക്കും എൻജോയ് ചെയ്യണം. പക്ഷെ ഇങ്ങനൊരു ലൈഫ് ഡിസിഷൻ എടുക്കുമ്പോൾ, കൾണറി ആർട്സ് ഒരു സ്പെഷ്യലൈസേഷൻ എടുക്കുമ്പോൾ, കാരണം കൾണറി ആർട്സ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് വേറെ ഡിപ്പാർട്ട്മെന്റിലൊന്നും പോകാൻ പറ്റത്തില്ല. ഈ ഹോട്ടൽ മാനേജ്മെന്റിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റവന്യൂ പോവാം, ഫ്രണ്ട് ഓഫീസിൽ പോവാം, HR പോവാം, കുറെ ഓപ്ഷൻസ് ഉണ്ട്. ബട്ട് ഡിഗ്രി നമ്മളൊരു സ്പെഷ്യലൈസേഷൻ എടുക്കുമ്പോൾ നമുക്ക് എങ്ങോട്ടും തിരിയാൻ പറ്റില്ല. കൾണറി ആർട്സ് പഠിച്ചു കഴിഞ്ഞാൽ ഈ എനിക്ക് ആഗ്രഹമുണ്ട് HR പോകണം. പക്ഷെ ഞാൻ കോമ്പീറ്റ് ചെയ്യുന്നത് ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ച പിള്ളേര് ഇതിനെപ്പറ്റി എല്ലാ ബേസിക്സും പഠിച്ച ആൾക്കാരാണ്. അവരുടെ കൂടെ ഞാൻ കൾണറി മാത്രം ബേസ് ചെയ്തൊരു സ്റ്റുഡന്റ് കോമ്പീറ്റ് ചെയ്യുമ്പോൾ എനിക്ക് അവിടെ ചാൻസ് ഭയങ്കര കുറവാണ്. ഇല്ലെങ്കിൽ ഞാൻ അവരുടെ അതേ ഭയങ്കര എഫേർട്ട് ഇട്ട് അവരോട് കോമ്പീറ്റ് ചെയ്യുമ്പോൾ, കാരണം ഇത്ര നാളെ ട്രെയിൻ ചെയ്ത് അടുക്കള സവോള അരിയാനും കുക്ക് ചെയ്യാനും
ഒക്കെ എന്നെ ട്രെയിൻ ചെയ്ത്. അപ്പം ഞാൻ ഓഫീസിൽ പോയിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഡിഫറെൻറ്റാണ്. അപ്പോൾ ഒരു മാസമെങ്കിലും നമ്മളൊന്ന് ട്രെയിൻ ചെയ്ത്, അല്ലെങ്കിൽ എനിക്ക് അറിയത്തില്ല, കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുക, എന്ത് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഹോട്ടൽ മാനേജ്മെന്റ് എടുത്താൽ മതി. കാരണം ഞാൻ കല്ലറി എടുക്കുക, എനിക്ക് ഞാൻ ഓൾറെഡി ഡിഗ്രി കഴിഞ്ഞിട്ട് വന്ന ഒരാളാണ്. എനിക്കപ്പോൾ 3 years കോഴ്സ് ആയതുകൊണ്ട് ഞാൻ ഓക്കെ കുക്കിംഗ് എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞ് ഞാൻ ചാടി. പക്ഷെ ഇപ്പം കല്ലറിയും 4 years ഹോട്ടൽ മാനേജ്മെന്റും 4 years, ആർക്കും ഒരു ഡിഫറൻസ് ഇല്ല അങ്ങനത്തെ ആ കാര്യത്തിൽ. അനദർ തിങ് അബൌട്ട് ഭക്ഷ അല്ലെങ്കിൽ മണിപ്പാൽ യൂണിവേഴ്സിറ്റി പഠിക്കുന്നത്, ഇറ്റ് ഈസ് റിയലി എക്സ്പെൻസീവ്. നിങ്ങളും അവിടെ തന്നെ പഠിക്കണമെന്നില്ല. എനിക്കിപ്പോൾ അങ്ങനെ ഒരു ചാൻസ് കിട്ടി, അതുകൊണ്ട് ഞാൻ അവിടെ പഠിച്ചു. ഇവിടെ നിങ്ങൾക്ക് ബഡ്ജറ്റ് ഡിപ്പെൻസ് ഓൺ ബഡ്ജറ്റ്. ആക്ച്വലി നിങ്ങൾക്ക് വല്ലോ IHM IIHM എക്സാം എഴുതി അവിടെ ഒക്കെ നല്ല ഫെസിലിറ്റി നല്ല രീതിയിൽ നമുക്ക് പഠിക്കാൻ പറ്റും, ഈ എക്സെപ്റ്റ് ഫോർ ഭക്ഷ. ബിക്കോസ് ഭക്ഷയിൽ ഞാൻ പഠിച്ചതെന്ന് വെച്ചാൽ 3 years ബിഫോർ ഞാൻ ജോയിൻ ചെയ്തപ്പോൾ എൻ്റെ ബാച്ചിന് ദ മണി വാസ് 3.5 lakhs per year ആൻഡ് ഇറ്റ്സ് വെരി ഹൈ. ഇറ്റ്സ് വെരി ഹൈ. അവർ അതനുസരിച്ചുള്ള ഫെസിലിറ്റീസ് തരുന്നുണ്ട്. ആൻഡ് ലിവിങ് ഇൻ മണിപ്പാൽ ഓൾസോ ഇസ് വെരി എക്സ്പെൻസീവ്. നമ്മൾ ഈ 10 ലക്ഷം, ഇപ്പം ഫീസ് 10 ലക്ഷം രൂപയാണെങ്കിൽ 10 ലക്ഷം രൂപ കൊണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ ജീവിക്കാൻ പറ്റത്തില്ല. ബിക്കോസ് ചെലവ് നിങ്ങൾക്ക് ഒരു 5 ലക്ഷം രൂപ വരും 3 വർഷത്തേക്ക്. ബിക്കോസ് ഇറ്റ്സ് ദാറ്റ് എക്സ്പെൻസീവ് ടു ലിവ് ഇൻ മണിപ്പാൽ. അതിൻ്റെ കൂടെ നമ്മൾ ഇന്റേൺഷിപ്പ് 6 months ചെയ്യുമ്പോൾ അവിടുത്തെ എക്സ്പെൻസ് നമ്മൾ ആലോചിക്കണം. നമ്മൾ ഇന്റേൺഷിപ്പ് ചെയ്യുമ്പോൾ നമ്മൾ പോകുന്ന ഹോട്ടൽ ഇസ് ലൈക്ക് പ്രോബബ്ലി ഇൻ സിറ്റീസ് ലൈക്ക് ബാംഗ്ലൂർ, ഹൈദരാബാദ് അല്ലെങ്കിൽ കൊച്ചി, ഈ സിറ്റീസ് അല്ലെങ്കിൽ മെട്രോപൊളിറ്റൻ സിറ്റീസ് നമ്മൾ ജോലി ചെയ്യുമ്പോൾ അവിടെ താമസം അടുത്ത് വേണം ഹോട്ടലിന്. ആൻഡ് ഹോട്ടൽ ഇസ് ഓൾവേസ് ഗോണ ബി ഇൻ ദ ഹാർട്ട് ഓഫ് ദ സിറ്റി. അപ്പൊ അവിടെ അടുത്ത് താമസിക്കുമ്പോൾ ഉള്ള എക്സ്പെൻസ്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എവിടെ പഠിച്ചാലും ഇറ്റ് ഡസന്റ് മേക്ക് എ ഡിഫറൻസ് അൺടിൽ യു വർക്ക് ഓൺ ഇറ്റ്. ഞാൻ പറഞ്ഞില്ലേ, ഒരു ഇന്റേൺഷിപ്പ് നിങ്ങൾ ജോയിൻ ചെയ്തതിന് മുമ്പ് ചെയ്ത് കഴിഞ്ഞാൽ എവറിത്തിങ് ഇസ് ഗോൺ ബെനിഫിറ്റ്. അപ്പോൾ ഫീസ് ഇപ്പോൾ ഇറ്റ്സ് ഗോൺ ബി മോർ, ഭയങ്കര 1 ലക്ഷം രൂപ 2 ലക്ഷം രൂപ ഫീസ് കൂടി കാണും. അപ്പം നിങ്ങൾ ഇത് ഭക്ഷയുടെ സൈറ്റിൽ WGSHA ഈ അല്ലേ കറക്റ്റ് അല്ലേ പറഞ്ഞത്, WGSHA, ജസ്റ്റ് ഗൂഗിൾ ഇറ്റ്, നിങ്ങൾക്ക് അതിന്റെ ഫീസ് സ്ട്രക്ചർ കിട്ടും. ഞാൻ പഠിച്ചതിന് ഭയങ്കര കൂടുതലായിരിക്കും ഇപ്പോൾ. ആൻഡ് അത് മാത്രമല്ല, എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സ്, എൻ്റെ പ്രിൻസിപ്പൽ, ഞാനുണ്ടായ ഏരിയ അല്ല ഇപ്പോൾ. സോ ഞാൻ ഒരിക്കലും ഭക്ഷ തന്നെ പോകണമെന്ന് റെക്കമെൻഡ് ചെയ്തത്. ലോട്ട് ഓഫ് ഡിഫറെൻറ്റ് സ്കൂൾസ്. മഹീന്ദ്രയുടെ സ്കൂളുണ്ട്, ITCയുടെ സ്കൂൾ വേറെ ഉണ്ട്, എനിക്ക് തോന്നുന്നു താജിൻ്റെയും സ്കൂളുണ്ട്. ഇങ്ങനെ എല്ലാ കമ്പനിക്കും അവരുടേതായിട്ടുള്ള കൾണറി സ്കൂൾസ് ഉണ്ട്. കൾണറി പോകണം നിർബന്ധമാണെങ്കിൽ യു ക്യാൻ ട്രൈ ഡൂയിങ് ദാറ്റ്. പക്ഷേ overall I do recommend for hotel management in case you change your mind ever instead of taking a specialization, because hotel management പഠിച്ച ആൾക്കാരും അടിപൊളി ഷെഫ്സ് ആയിട്ടുണ്ട്. നിങ്ങൾ കൾണറി തന്നെ എടുക്കണം എന്നില്ല. ആൻഡ് ഒരു ഹോട്ടൽ ഇപ്പം നിങ്ങളെ ഹയർ ചെയ്യുമ്പോൾ ഒരു ഷെഫ് ആണെങ്കിലും നിങ്ങൾക്ക് എല്ലാ ഡിപ്പാർട്ട്മെന്റും അറിയാവുന്ന ഒരാളെ അല്ലേ അവർ പ്രിഫർ ചെയ്യത്തുള്ളൂ. നിങ്ങൾ ഒരു സ്പെഷ്യലൈസേഷൻ മാത്രം പഠിക്കുന്ന ഒരാളും ആ ഹോട്ടലിന്റെ വർക്ക്സും എങ്ങനെ ഓപ്പറേഷൻസും മുഴുവൻ അറിയാവുന്ന ഒരാളെയും വെച്ച് നോക്കുമ്പോൾ യു ഓൾവേസ് പ്രിഫർ സമ്മൺ ഹു നോസ് എവറിത്തിങ്. അതെനിക്ക് തോന്നുന്നു ഞാൻ പ്ലേസ്മെന്റ് എന്നപ്പോൾ എനിക്കുണ്ടായിരുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് ദാറ്റ്. എൻ്റെ കൂടെ ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ച ആൾക്കാരുടെ കൂടെ നമ്മൾ ഇരിക്കുമ്പോൾ ഐ ഫീൽ ഐ എം എ ബിറ്റ് ലോവർ. എനിക്ക് റവന്യൂവിനെ പറ്റി അറിയത്തില്ല, സെയിൽസിനെ പറ്റി അറിയത്തില്ല, കാരണം അതിലൊന്നും ഞാൻ സ്പെഷ്യലൈസ് ചെയ്യുന്നില്ല. അപ്പൊ അതൊക്കെ പഠിച്ച ആൾക്കാരുമായിട്ട് കോമ്പീറ്റ് ചെയ്യുമ്പോൾ ഇറ്റ്സ് ബിറ്റ് മോർ ഡിഫിക്കൾട്ട്. അപ്പൊ നിങ്ങളിപ്പോ വിചാരിക്കും ഞാൻ എൻ്റെ ഇൻഡസ്ട്രിയെ പറ്റി, എൻ്റെ ജോലിയെ പറ്റി ഞാൻ ഇപ്പൊ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഐ എം ജസ്റ്റ് ടെല്ലിങ് ദി റിയാലിറ്റി, എന്താ ഇതിനകത്ത് നടക്കുന്നത്. ബിക്കോസ് ഇറ്റ്സ് നോട്ട് ഗോണ ബി ഈസി. കുറെ എൻ്റെ ഫ്രണ്ട്സ് തന്നെ ഞങ്ങളെ ക്ലാസ്സിൽ ഈ 30 പേരുണ്ടെങ്കിൽ 30 പേരും 10 പേരും വേറെ വേറെ ഒരു ഇന്റേൺഷിപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് അവർ വേറെ വേറെ ഇൻഡസ്ട്രിക്ക് പോവുക. അപ്പൊ അവർ ഇത്രയും ഇൻവെസ്റ്റ് ചെയ്ത ടൈം, ഇത്രയും ഇൻവെസ്റ്റ് ചെയ്ത മണി, ഇതൊക്കെ ഭയങ്കരമായിട്ട് ഇവര് ലൂസ് ചെയ്യുക ജസ്റ്റ് ബിക്കോസ് ഈ ഇൻഡസ്ട്രി എങ്ങനെയാണെന്ന് മനസ്സിലാക്കാതെ. ആൻഡ് ഭയങ്കര പാഷനായിട്ട് വർക്ക് ചെയ്യുന്ന ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. ഇനിയും പലർക്കും അറിയാത്ത, ഐ മീൻ എനിക്ക് അറിയത്തില്ല എന്തുകൊണ്ട് ആൾക്കാർക്ക് ഇത് അറിയാത്തതെന്ന്. ഈ ഇൻഡസ്ട്രിയിൽ സർവൈവ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ബിറ്റ് is to get a management trainee program. It's also called as MT program. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് എന്താ MT program അതൊക്കെ ചിന്തിക്കുന്നത്. സോ സിമ്പിൾ, ഇറ്റ് ഈസ് ദ ഷോർട്ട് കട്ട്. നമ്മൾ ഈ സ്റ്റെപ്പ് ഇങ്ങനെ ചാടി പോകുന്നതിനേക്കാൾ നല്ലത് ഒറ്റയടിക്ക് ഒരു 3-4 സ്റ്റെപ്പിന്റെ ജംപ് സ്റ്റെപ്പ്. ഈ കുക്കിംഗ് ഭയങ്കര പാഷനറ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് മെയിൻ സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷെഫ് ആകുമ്പോൾ യു ആർ കോമി 3, കോമി 2, കോമി 1, DCDP, CDP 100 ലെവലുണ്ട്. ഇതൊക്കെ കട്ടൗട്ട് ചെയ്തിട്ട് നമ്മൾ ഒരു മാനേജ്മെന്റ് ട്രെയിനി ആവാന്ന് വെച്ച് കഴിഞ്ഞാൽ യു ബിക്കം ജൂനിയർ സൂ ഷെഫ് അല്ലെങ്കിൽ ഒരു അസിസ്റ്റന്റ് മാനേജർ.
അസിസ്റ്റന്റ് മാനേജർ ആ ലെവലിലെത്തും. ഇതെങ്ങനെ കിട്ടും? ഇറ്റ്സ് എ ലോഡ് ഓഫ് പ്രോസസ്. എല്ലാ കമ്പനിക്കും ഇപ്പം മാരിയറ്റിന് ഇറ്റ്സ് വോയേജർ, ITCക്ക് ഇറ്റ്സ് HMI, താജിന്റെ പ്രോഗ്രാം, ഇങ്ങനെ ഒബ്രോയിഡ് ഇസ് വൺ ബെസ്റ്റ് പ്രോഗ്രാംസ്, ITC ഇസ് ബെസ്റ്റ് പ്രോഗ്രാംസ്, താജിനൊക്കെ അടിപൊളി പ്രോഗ്രാംസ് ദീസ് പീപ്പിൾ ഹാവ്. ഇവരുടെ ട്രെയിനിങ് പ്രോബബ്ലി 1.5 years 2 years ട്രെയിനിങ് കിട്ടി നമ്മൾ മാനേജറായിട്ട് ജോയിൻ ചെയ്യുക. ഇത് മിക്കവാറും കോളേജസ് ഇവർ വരും, അല്ലെങ്കിൽ നമുക്ക് ഈ ലോ ലെവൽ അല്ലെങ്കിൽ കോമി 3 നിങ്ങളൊരു ഇന്റേൺ ആയിട്ട് കയറിയിട്ട് യു ക്യാൻ അപ്ലൈ ഫോർ ഇറ്റ്. അപ്ലൈ ചെയ്ത് നമുക്ക് ഇന്റേണൽ ഗ്രോത്ത് കിട്ടും. ഇന്റേണൽ ആയിട്ട് നമുക്ക് MT മാനേജ്മെന്റ് ട്രെയിനിങ് ആവാൻ പറ്റും. അപ്പൊ ഇത്രയും നല്ല പ്രോഗ്രാം അത് എല്ലാവരും ട്രൈ ചെയ്യണം. നമ്മൾ ഈ കോളേജിന്റെ ഫസ്റ്റ് ഇയർ എത്തുമ്പോൾ തന്നെ ഇതിനു വേണ്ടി ട്രെയിൻ ചെയ്യണം. നമുക്ക് ഇന്റർവ്യൂ കാണും, ഗ്രൂപ്പ് ഡിസ്കഷൻ കാണും. ഗ്രൂപ്പ് ഡിസ്കഷൻ ആണ് ആൾക്കാർക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമ്മുടെ നാട്ടിൽ ജനിച്ച് വളർന്ന കേരള സിലബസ് ഒക്കെ പഠിച്ച ആൾക്കാർക്ക്, ഇങ്ങനെ ഞാനും കേരള സിലബസാണ് പഠിച്ചത്, അപ്പൊ നമ്മള് പഠിച്ച ആൾക്കാർക്ക് ഇംഗ്ലീഷ് ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് എടുക്കണം. അത് പഠിച്ച് ഇംഗ്ലീഷ് ഒന്ന് സ്മൂത്ത് ആയി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഈ പകുതി പ്രശ്നങ്ങൾ തീരും. ട്രെയിനിങ് പിന്നെ നമ്മൾ ഇവർ പഠിപ്പിച്ചോളൂ. നമുക്കിപ്പോൾ ഉള്ളിയേരെ അറിയത്തില്ല, അതിരി അറിയത്തില്ല, ഇതിനകത്തെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ട്രെയിനിങ്ങിന് അവർ നമ്മളെ ട്രെയിൻ ചെയ്യും അതെന്താ ചെയ്യേണ്ടതെന്ന്. സോ ഇറ്റ് ഡസന്റ് മാറ്റർ. സോ ഇതാണ് ടിപ്പ്. നമ്മൾ ഈ കോമി 1 കോമി 3 ഇത് കിട്ടിയില്ലെങ്കിൽ നോ പ്രോബ്ലം, ഒരു ബേസിൽ നിന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല. ബട്ട് പീപ്പിൾ ഹു വാണ്ട് ടു ഹാവ് എ ജംപ് സ്റ്റാർട്ട്, നല്ലൊരു ജംപ് സ്റ്റാർട്ട് ആണെങ്കിൽ പ്ലീസ് ട്രൈ ഫോർ എ മാനേജ്മെന്റ് ട്രെയിനിങ് പ്രോഗ്രാം. കിട്ടാൻ കുറച്ച് പാടാണ്, ബട്ട് ഇഫ് യു ഗെറ്റ് ഇറ്റ് ഇറ്റ്സ് വെരി ഗുഡ്. ഇല്ലെങ്കിൽ നിങ്ങൾ എന്നെക്കാളും, ഇപ്പൊ ഞാനൊരു അസിസ്റ്റന്റ് മാനേജർ ഇരിക്കുമ്പോൾ എന്നെക്കാളും കൂടുതൽ നന്നായിട്ട് പണി അറിയാവുന്ന നിങ്ങളായിരിക്കും. ബിക്കോസ് യു കം ഫ്രം ഓൾ ദ സ്റ്റെപ്സ്. നിങ്ങൾ സ്റ്റെപ്പ് കയറി വരുന്നുണ്ട്, ഓബ്വിയസ്ലി എന്നെക്കാളും കൂടുതൽ പണി അറിയാൻ നിങ്ങളായിരിക്കും. ആൻഡ് നിങ്ങൾക്ക് കുക്കിംഗ് ആ പാഷനെങ്കിൽ, നിങ്ങൾക്ക് ഒരു മാനേജറിനെക്കാട്ടിലും നിങ്ങൾക്ക് ഇഷ്ടം പണി കുക്കിംഗ് ചെയ്യാനാണെങ്കിൽ പ്ലീസ് ഡു start from Comi 3, Comi 2, because you will enjoy your life if you're really passionate about it. So ultimately സംഭവം നിങ്ങൾക്ക് ഈ ജോലി ഇഷ്ടമാണോ ഇഷ്ടമില്ലെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ട്രെയിനിങ് ചെയ്യണം. 1 മാസം ട്രെയിനിങ് ചെയ്ത് ട്രൈ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഈ കൾണറി പഠിക്കുകയോ ഹോട്ടൽ മാനേജ് പഠിക്കുകയോ വാട്ട് എവർ യു വാണ്ട് ആൻഡ് യു വിൽ ബി ഹാപ്പി ഇൻ ഇറ്റ്. എന്ന് പറയുന്നില്ലേ, ഇഷ്ടമുള്ള ജോലി ചെയ്താൽ നമ്മൾ സന്തോഷമായിട്ടിരിക്കും. അപ്പൊ അത്രേ ഉള്ളൂ. ബൈ.